നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 16-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ ജൂൺ 1 മുൻപ് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 26 സംസ്ഥാനത്ത് കാലവർഷം ആരംഭിക്കുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ വർഷം മെയ് 24 കേരളത്തിൽ മൺസൂൺ എത്തിയത്. ഇത്തവണയും സമാനമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വൈകുന്നേരങ്ങളിൽ ഇടവിട്ട് മഴ ലഭിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രവചനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൺസൂൺ നേരത്തെയോ വൈകിയോ എത്തുന്നത് 4 മാസത്തെ മഴക്കാലത്തെ കാര്യമായിട്ട് ബാധിക്കാറില്ലെങ്കിലും മഴയുടെ അളവിൽ നേരിയ കുറവ് അനുഭവപ്പെടാറുണ്ട്. എൽനിനോ പ്രതിഭാസം മൂലം ഇത്തവണ രാജ്യത്ത് മൺസൂൺ മഴ അത് സാധാരണയിലും കുറവായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ദക്ഷിണേന്ത്യയിലെ മൺസൂൺ മഴ കുറയുന്നതിന് പ്രധാന കാരണം ഈ ഒരു എൽനിനോ പ്രതിഭാസമാണ്. നടപ്പ് സീസണിൽ രാജ്യത്ത് ശരാശരിയിലും കുറഞ്ഞ മഴ റബ്ബർ കർഷകരുടെ പുനർകൃഷിക്കായിട്ട് പരമാവധി 75,000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. www.rubberboard.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കുറഞ്ഞത് 25 സെന്റ് മുതൽ പരമാവധി 2 ഹെക്ടർ വരെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. 2 ഗഡുക്കളായിട്ടായിരിക്കും ധനസഹായ തുക നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക. പുനഃകൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പുതിയ റബ്ബർ തൈകൾ വാങ്ങിയതിൻ്റെ ബില്ലുകൾ, അതോടൊപ്പം തന്നെ കർഷകൻ്റെയും കൃഷിഭൂമിയുടെയും മറ്റ് വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഒക്കെ തന്നെ കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ കർഷകർ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID അതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററുകളിലും, അതായത് CSC സെന്ററുകളിലൊക്കെ വഴി തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി, കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC, അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണ്, കാർഷിക സ്വർണ്ണപ്പണയ വായ്പകൾ, സബ്സിഡിയോട് കൂടിയ രാസ ജൈവ വളങ്ങൾ, വിള ഇൻഷുറൻസ് തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരും പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങിയിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാ കർഷകരും ഈ ID നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുടങ്ങാനും അതോടൊപ്പം തന്നെ മുൻഗണന നഷ്ടമാകാനും ഒക്കെ തന്നെ സാധ്യതയുള്ളതിനാൽ തന്നെ ഈ ഒരു കർഷക ID എടുക്കുക എന്നത് എല്ലാ കർഷകർക്കും അത്യന്താപേക്ഷിതമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനായിട്ട് കർഷകർ നിങ്ങളുടെ ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണ്, നിലവിൽ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവയൊക്കെ തന്നെ കൃത്യമായിട്ട് കൈവശം കരുതേണ്ടതാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള സമയപരിധി അത് മെയ് മാസം 30 വരെയാണ് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതിനാൽ തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങിയതിന് ശേഷം വിഷമിക്കുന്നതിലും ഭേദമായിട്ട് എത്രയും വേഗം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ CSC സെന്ററുകൾ വഴിയൊക്കെ തന്നെ ഈ വിവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് രേഖകൾ കൃത്യമായി ഹാജരാക്കി രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതിൻ്റെ വിതരണം ഈ മാസം അവസാന വാരം, അതായത് മെയ് 25 മുതൽ ആരംഭിക്കും. പ്രതിമാസ പെൻഷൻ ധനസഹായമായിട്ടുള്ള 2,000 രൂപ തന്നെയാണ് ഇത്തവണയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ പുതിയ മന്ത്രിസഭയാണ് കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും വരും മാസങ്ങളിൽ മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും നിലവിലിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ അത് മുടക്കം കൂടാതെ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. പെൻഷനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇത് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. എന്നാൽ പെൻഷൻ തുക ലഭിക്കുന്നതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതാണ് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം. ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളാണ് ഇതുവരെയായിട്ടും ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കാത്തത്. മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പഴയ ഗുണഭോക്താക്കളിൽ സർക്കാർ ആവശ്യപ്പെട്ട സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റൊക്കെ തന്നെ ഹാജരാക്കാൻ വിട്ടുപോയവർ, അവർക്കിപ്പോൾ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും എത്രയും വേഗം തന്നെ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മുൻപത്തെ സർക്കാർ നൽകിയിട്ടുള്ള ഇളവുകൾ അതനുസരിച്ച് 2026 ജൂൺ 30 വരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ടുള്ള സമയമുണ്ട്. അതിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല അവരുടെ പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്.
മറ്റൊരു കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം അത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് കണ്ടെത്തിയാൽ അങ്ങനെയുള്ളവർക്കും ഇനി മുതൽ പെൻഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ജൂൺ മാസം 30-നകം തന്നെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം മെയ് 15-ാം തീയതിയോടെ അവസാനിച്ചിരിക്കുകയാണ്. മെയ് 16-ാം തീയതി ഇന്ന് ശനിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയാണ്. ഞായറാഴ്ച പൊതു അവധിക്ക് ശേഷം മെയ് 18 തിങ്കളാഴ്ച മുതലാണ് റേഷൻ വിതരണം വീണ്ടും പുനരാരംഭിക്കുക. മെയ് 18 മുതൽ 30 വരെ മെയ് മാസത്തിലെ റേഷൻ മാത്രമായിരിക്കും എല്ലാവർക്കും വാങ്ങാനായിട്ട് അവസരമുണ്ടാവുക. കഴിഞ്ഞ മാസം തന്നെ മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിച്ചിരുന്നതിനാൽ തന്നെ മുൻകൂട്ടി വാങ്ങിയവർക്ക് ഈ സമയത്ത് റേഷൻ ലഭിക്കില്ല. അതേസമയം 10 ഇനം സാധനങ്ങളടങ്ങിയ സപ്ലൈകോയുടെ ബക്രീദ് കിറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിരിയാണി അരി 3 കിലോ, പഞ്ചസാര 1 കിലോ, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ആട്ട അല്ലെങ്കിൽ അപ്പംപൊടി 1 കിലോ, ശബരി ഗോൾഡ് ടീ 250 ഗ്രാം, ശബരി മീറ്റ് മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിവയാണ് കിറ്റിലുള്ളത്. മെയ് 18 മുതൽ 26 വരെയാണ് ഈ കിറ്റ് വാങ്ങാനായിട്ട് സാധിക്കുക. പൊതുവിപണിയിൽ 1101 രൂപ വില വരുന്ന ഈ സാധനങ്ങൾ 850 രൂപയ്ക്കാണ് സപ്ലൈകോ ലഭ്യമാക്കുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ നാടകീയ നിരക്കുകൾക്ക് പിന്നാലെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വെള്ളിയാഴ്ച മെയ് 15-ാം തീയതി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 14,675 രൂപയും പവന് 1,640 രൂപ കുറഞ്ഞ് 1,10,000 ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.